നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഷയും തന്ത്രങ്ങളും പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. പാർട്ടികൾ തമ്മിലുള്ള പരസ്പര ആരോപണങ്ങളും മറുപടികളും കടുത്തതാകുന്നതിനിടെ ഡീൽ രാഷ്ട്രീയമെന്ന പുതിയ ചർച്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വോട്ടർമാരുടെ മനോഭാവത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ വിവാദം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ആയുധമായി മാറിയിരിക്കുകയാണ്. പാലക്കാടിന് പുറമെ സംസ്ഥാനത്തെ 10ഓളം മണ്ഡലങ്ങളിൽ CPM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. CPM-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ UDF പാളയത്തിൽ ഉറപ്പിച്ചു നിർത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. BJP-യെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനാകില്ലെന്ന സന്ദേശം ഈ വോട്ടർമാരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. സ്വർണ്ണക്കടത്ത്, ലാവ്ലിൻ കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മന്ദഗതിയിലായതും തൃശൂർ പൂരം കലക്കലും RSS നേതാവുമായുള്ള ADGP-യുടെ കൂടിക്കാഴ്ചയുമെല്ലാം ഈ CPM-BJP ഡീൽ സിദ്ധാന്തത്തിന് അടിവരയിടാൻ കോൺഗ്രസ് ആയുധമാക്കുകയാണ്. കേരളത്തിൽ ഇരട്ടച്ചങ്ക് കാണിക്കുന്ന മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും മുൻപിൽ 90 ഡിഗ്രിയിൽ കുനിയുകയാണെന്ന സതീശന്റെ പരിഹാസം ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം VD സതീശനെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കാനാണ് CPM ശ്രമിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന പ്രതിപക്ഷ നേതാവായി സതീശൻ മാറിയെന്നും നുണ പറയുന്നതിൽ നൊബേൽ സമ്മാനത്തിന് അർഹതയുള്ളയാളാണ് അദ്ദേഹമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തിരിച്ചടിച്ചു. UDF-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് ഇത്തരമൊരു പുകമറ സൃഷ്ടിക്കുന്നതെന്നാണ് ഇടതുമുന്നണിയുടെ നിലപാട്. പരാജയപ്പേടി കൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം നുണകൾ പടച്ചുവിടുന്നതെന്നാണ് BJP-യുടെ വാദം. എന്നാൽ BJP-ക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ CPM മനഃപൂർവ്വം ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി സഹായിക്കുന്നു എന്നതാണ് UDF ഉന്നയിക്കുന്ന പ്രധാന തർക്കം. രാഹുൽ ഗാന്ധി മുൻപുയർത്തിയ CPM-BJP കൂട്ടുകെട്ടിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. വിവാദം കൊഴുക്കുന്ന സാഹചര്യത്തിൽ 1991-ലെ കോലീബി സഖ്യവും നേമത്ത് BJP അക്കൗണ്ട് തുറന്ന സാഹചര്യവും ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കാനാണ് CPM നീക്കം. പഴയ ഒത്തുകളി ആരോപണങ്ങൾ പുതിയ കാലത്ത് വോട്ടർമാർ എത്രത്തോളം വിശ്വസിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം. എന്തായാലും ഡീൽ യുദ്ധം 2026-ലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണായുധമായി മാറുകയാണ്. മറുപടി നൽകി വിഷയം കൂടുതൽ വഷളാക്കാതെ അവഗണനയിലൂടെ വിവാദത്തെ തണുപ്പിക്കാനാണ് ഇടതു ക്യാമ്പിന്റെ തന്ത്രം. എന്തായാലും ഡീൽ വിവാദം കത്തിപ്പടരുന്നതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവചനാതീതമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ഡീൽ ആരോപണത്തിലൂടെ കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. BJP-യെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനാകില്ലെന്ന സന്ദേശം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാരിലേക്ക് എത്തിക്കുകയാണ് UDF-ന്റെ തന്ത്രം. സ്വർണ്ണക്കടത്ത്, ലാവ്ലിൻ കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മന്ദഗതിയിലായതും തൃശൂർ പൂരം കലക്കലും RSS നേതാവുമായുള്ള ADGP-യുടെ കൂടിക്കാഴ്ചയുമെല്ലാം ഈ CPM-BJP ഡീൽ സിദ്ധാന്തത്തിന് അടിവരയിടാൻ കോൺഗ്രസ് ആയുധമാക്കും.